ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ റീസണിങ് റിവിഷൻ സീരീസിന്റെ ഡേ 4 ആണ് ചെയ്യാൻ പോകുന്നത്. RRB NTPC അതുപോലെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ 4th ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ റെയിൽവേ എക്സാം ആയ JE ടെക്നീഷ്യൻ, ALP അതുപോലുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ അതേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആണ് ഞാനിവിടെ ഓരോ സീരീസിലും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. എല്ലാരും എല്ലാരും ലൈവ് ചാറ്റിൽ ആൻസേഴ്സ് പറയാം. റെക്കോർഡ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡേ 4 സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് പ്ലോട്ട് ഈസ് കോഡഡ് ആസ് 9137. അതായത് ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ പ്ലോട്ടിനെ 9137 എന്ന് കോഡ് ചെയ്യുന്നു. അതുപോലെ ലൈഫ് എന്നതിനെ 4872 എന്നും കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വാട്ട് ഈസ് എ കോഡ്? ഹലോ എബിൻ, ഹലോ. ഓക്കെ, എല്ലാവരും ചെയ്യാട്ടോ, ആൻസർ ചെയ്യാം. വാട്ട് ഈസ് എ കോഡ് ഫോർ എൽ ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? ഈ ഒരു കോഡ് ലാംഗ്വേജിൽ എല്ലിന്റെ കോഡ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പറഞ്ഞോളൂ. ലൈവിലുള്ള എല്ലാ പേരും ആൻസേഴ്സ് പറഞ്ഞോളൂ. പ്ലോട്ടിന് കോഡ് ചെയ്തിരിക്കുന്നത് 9137 എന്നും ലൈഫിന് കോഡ് ചെയ്തിരിക്കുന്നത് 4872 എന്നുമാണ്. എങ്കിൽ എല്ലിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം? എല്ലിനെ എങ്ങനെയാണ് കോഡ് ചെയ്യാൻ സാധിക്കുക? സെവൻ ആണ് വരുന്നത് അല്ലെ? നോക്കാലോ. എബിൻ ആൻസർ 7 ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. അതായത് ഇവിടെ എന്താണ് പ്ലോട്ടിനെ കോഡ് ചെയ്തിരിക്കുന്നത് 9137 ആണ്. 9137. ഇനി ലൈഫിന് കോഡ് ചെയ്തിരിക്കുന്നതാണെങ്കിലോ ലൈഫ് ആണെങ്കിൽ 4872. ഇതെങ്ങനെയായിരിക്കും നമുക്ക് വരാൻ സാധ്യത കൂടുതൽ എങ്ങനെയായിരിക്കും നോക്കുക. പൊസിഷണൽ വാല്യൂസ് നമുക്ക് എഴുതി നോക്കാം. P16 ആണ്, L12, O15, T20. ഓക്കെ, ഇനി ഇവിടെ L12, I9, അതുപോലെ F6, അതുപോലെ E5. അപ്പോ ഇതിൻ പ്രകാരം നമുക്ക് എങ്ങനെയാണ് എല്ലിന്റെ കോഡ് വരുന്നത്? എല്ലിന്റെ കോഡ് എങ്ങനെയാണ് വരുന്നത്? പറഞ്ഞോളൂ. എങ്ങനെയായിരിക്കും ഇതിന്റെ പാറ്റേൺ വരുന്നത്? എങ്ങനെയായിരിക്കും വരുന്നേ? ഇവിടെ നമുക്ക് പൊസിഷണൽ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? പൊസിഷണൽ വാല്യൂസ് വെച്ചിട്ട് 9137 എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ടോ? രണ്ടിലും കോമൺ വരുമ്പോഴേ നമുക്ക് എല്ലിന്റെ കോഡ് ഏതാണെന്നല്ലേ നമുക്ക് നോക്കാം. രണ്ടിലും കോമൺ വരുന്ന നമുക്ക് കറക്റ്റ് നോക്കാം. അതായത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എല്ല് നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഏതായിരിക്കും കോമൺ ആയിട്ട് വന്ന രണ്ടിലും റിപ്പീറ്റ് ചെയ്ത നമ്പർ ഏതായിരിക്കും? 7 ആയിരിക്കും.
ഓക്കെ, ബാക്കി ഏതെങ്കിലും നമുക്കിവിടെ ചെയ്യാൻ പറ്റുമോ? ബാക്കി നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അപ്പോ കറസ്പോണ്ടിങ് ആയിട്ടല്ല അത് വരുന്നത്, നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ലെറ്ററിന്റെ നമ്പർ ആണ്. നമ്മുടെ കോഡിനകത്തും കോമൺ ആയിട്ട് വരുന്ന നമ്പർ, കോമൺ ആയിട്ട് വരുന്ന എന്നുള്ളതാണ് അവിടെ നമുക്ക് എന്ത് വരുന്നത്. യെസ്, ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. യെസ്, ഓക്കെ, ക്ലിയർ ആണല്ലോ എബിൻ? ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ചെയ്തോളൂ. ആൽഫ ന്യൂമറിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമുക്ക് ചോദിക്കുന്നുണ്ട് ഈ ടൈപ്പ്, എപ്പോഴും നമുക്ക് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ 2-3 ക്വസ്റ്റ്യനുകൾ ഓരോ ഷിഫ്റ്റുകളും ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റെഫർ ദ ഫോളോയിങ് നമ്പർ ആൻഡ് സിമ്പിൾ സീരീസ്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു നമ്പറും സിമ്പിൾ സീരീസ് ആണ്. എന്നിട്ട് ആ തന്നിരിക്കുന്ന ആൻസർ ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്നുള്ളതാണ്. കൗണ്ടിങ് ടു ബി ഡൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ളി. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് കൗണ്ടിങ് നടത്തേണ്ടത്. അതായത് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പോവും, റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പോവും. ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ഓൾ ദ സിമ്പിൾസ് ആർ ഡ്രോപ്ഡ് ഫ്രം ദ സീരീസ്. ആ സീരീസിൽ നിന്ന് എല്ലാ സിമ്പിൾസിനെയും ഡ്രോപ്പ് ചെയ്തു എങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ബി ഫിഫ്ത്ത് ഫ്രം റൈറ്റ്. റൈറ്റിൽ നിന്ന് 5ാമത് ഏതാണ്? അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന സീരീസിലെ സിമ്പിൾസിനെ എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം റൈറ്റിൽ നിന്ന് 5th ഏതാന്നുള്ളത് നോക്കണം. വലത് നിന്ന് 5ാമത് ഏതാണ്? പറഞ്ഞോളൂ, വലത് നിന്ന് 5ാമത് ഏതാണ്? വലത് നിന്ന് 5ാമത് ഏതാണ്? ടു ആണ് വരുന്നത് അല്ലേ? 2. ആൻസർ 2 ആണ് വരുന്നത് അല്ലെ? ഓപ്ഷൻ എ ആൻസർ 2 ആണ്. നോക്കാം, നമുക്ക് എല്ലാ സിമ്പിൾസിനെ എടുത്ത് കളയാലോ. സിമ്പിൾസ് എല്ലാം ഞാൻ ഡ്രോപ്പ് ചെയ്യുവാണ് കേട്ടോ. എല്ലാ സിമ്പിൾസിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, എങ്കിൽ റൈറ്റിൽ നിന്ന് 5ാമത്. അപ്പൊ റൈറ്റിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം എടുക്കാൻ. റൈറ്റിൽ നിന്ന് 5ാമെന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5. അപ്പൊ റൈറ്റിൽ നിന്ന് 5ാമത് ഏതാണ്? ആൻസർ 2 ആണ്, ഓപ്ഷൻ എ. 2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ബാസിം കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് ആൽഫ ന്യൂമറിക്സിൽ വരുന്ന ചോദ്യമാണ്. ഇത് നമുക്ക് ഓരോ ഷിഫ്റ്റുകളിലും, അതായത് നമുക്ക് ഓരോ ഷിഫ്റ്റുകളിലും മിനിമം ഒരു ക്വസ്റ്റ്യൻ കാണും. ചില ഷിഫ്റ്റുകളിൽ ഇത് 3-4 ക്വസ്റ്റ്യൻ വെച്ച് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം. ബേസ്ഡ് ഓൺ ദ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ പ്രകാരം 3 of the following 4 letter cluster pairs are alike. അതായത് ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ 3 എണ്ണം ഒരുപോലെയാണ്. അതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട്? ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒറ്റയാനെ കണ്ടെത്തുക, ഓഡ്മാൻ ഔട്ടാണ്, ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ നോട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് അതാ ഇങ്ങനെ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ വളരെ മുഖ്യമായിട്ട് നിങ്ങൾ വായിക്കേണ്ടതാണ് കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും ഒരു നോട്ട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് തന്നിരിക്കും, അത് നമ്മൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം. സുഹൈലിനും ആൻസർ 2 ആണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. 3 പേർക്കും ആൻസർ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇവിടെ നോട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഓഡ് വൺ ഔട്ട് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കൺസണൻസ് ഓർ വവൽസ്. അതായത് ഈ തന്നിരിക്കുന്ന ലെറ്റർ ക്ലസ്റ്ററിനകത്തുള്ള കൺസണൻസ് എത്രയുണ്ടെന്ന് അല്ലെങ്കിൽ വവൽസ് എത്രയുണ്ട്, അങ്ങനെ ഒരു നമ്പർ വെച്ചിട്ടല്ല അവിടെ ഓഡ് വൺ ഔട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ വെച്ചിട്ടല്ല അവിടെ ആ ഒരു ലെറ്റർ ക്ലസ്റ്ററിലെ പൊസിഷൻ വെച്ചിട്ടല്ല ഓഡ് വൺ ഔട്ട് വന്നിട്ടുള്ളത്. വേറെ രീതിക്കായിരിക്കും. ആ ഒരു നോട്ടും കൂടെ നിങ്ങളത് വായിച്ചു പോകണം കേട്ടോ. ഓക്കെ, ചെയ്തോളൂ. NJSO, GBKF, MHQL, VQZU. ഇതാണ് 4 ലെറ്റർ ക്ലസ്റ്റർ. ഓരോന്നായിട്ടും ചെയ്യണം. ഇത് ചെയ്യാൻ വേണ്ടി എളുപ്പമാർഗം എങ്ങനെയാണെന്ന് അറിയോ? നമ്മുടെ പൊസിഷണൽ വാല്യൂസ്, അതായത് ലെറ്റേഴ്സിന്റെ പ്ലേസ് വാല്യൂസ് ഇട്ട് നോക്കുക. NJSO, MHQL, GBKF, VQZU. ഓക്കെ, ഇതിന്റെ പൊസിഷണൽ വാല്യൂസ് എഴുതി നോക്കുക. പൊസിഷണൽ വാല്യൂസ് N14 ആണ്, J10, S19, O15. ഇനി M13, H8, Q17, L12, G7, B2, K11, F6, B22, Q17,
ഇസഡ് 26, യു 21. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് വന്നിരിക്കുക? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എബിൻ, ബാസിം, സുഹൈൽ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇതിന് 3 ഒരേ രീതിയിൽ വരും, ഒന്ന് മാത്രം ഡിഫറെന്റ് ആയിട്ട് വരും. അത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അരവിന്ദിന് എന്ത് കിട്ടി? ഓപ്ഷൻ 1 ആണ് കിട്ടുന്നത് അല്ലേ? ഓപ്ഷൻ 1 ആണ്. ഓക്കെ, പോരട്ടെ, ആൻസേഴ്സ് പോരട്ടെ. സുഹൈലിന് ഓപ്ഷൻ സി ആണ്. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. എബിൻ ഓപ്ഷൻ എ ആണ്. ബാസിമിന് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവര് പരസ്പരം 14 മൈനസ് 4 10. ഇനി 19 മൈനസ് 4 15. അടുത്ത് 13 മൈനസ് 5 8, 17 മൈനസ് 5 12, 7 മൈനസ് 5 2, 11 മൈനസ് 5 6, 22 മൈനസ് 5 17, 26 മൈനസ് 5 21. അപ്പൊ എല്ലാത്തിലും ഒരേ രീതിക്കുള്ള പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. -5 -5. അതിൽ ഏത് മാത്രമാണ് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്? ഓപ്ഷൻ എ മാത്രമാണ് നമുക്ക് വ്യത്യാസം. അവിടെ -4 ആണ് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരേ പാറ്റേണിലാണ് നമുക്ക് പോകുന്നത്. ക്ലിയർ ആണല്ലോ? ബാക്കിയെല്ലാം നമുക്ക് ഒരേ പാറ്റേണിലാണ് പോകുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം. അപ്പൊ അതില് അരവിന്ദ് കറക്റ്റ് ആണ്, ബിൻ കറക്റ്റ് ആണ്, ബാസിം കറക്റ്റ് ആണ്. സുഹൈൽ ഒന്നും കൂടെ നോക്കിക്കോളണേടാ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം. Which of the following letter clusters should replace hash and percentage so that the pattern and relationship followed between the letter cluster pair on the left side of semicolon is as the same as that on the right side of semicolon? വേറെ ഒന്നുമല്ല, ഇത് അനലോഗിയാണ്. അനലോഗി എല്ലാവർക്കും അറിയാം, സമാന ബന്ധങ്ങളാണ്. അതില് ഈ ഹാഷിന്റെ സ്ഥാനത്തും പെർസെന്റേജിന്റെ സ്ഥാനത്തും എന്ത് വരും എന്നുള്ളതാണ്. അപ്പോ ഇത് രണ്ടും ഒരേ പാറ്റേണിൽ വരണം. അതേ രീതിക്ക് ഇത് രണ്ടും ഒരേ പാറ്റേണും, അതായത് ഈ സെമിക്കോളന് അപ്പുറത്ത് കിടക്കുന്നതും ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതും റൈറ്റ് സൈഡിൽ കിടക്കുന്നതും തമ്മിൽ ഒരേപോലത്തെ പാറ്റേൺ വരണം. അതാണല്ലോ സമാന ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ ഏതായിരിക്കും ആ ഹാഷിന്റെ സ്ഥാനത്ത് വരിക, അതുപോലെ പെർസെന്റേജിന്റെ സ്ഥാനത്ത് വരിക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്ക് നമ്മുടെ എന്താ പറയാ, അനലോഗി ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതില് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ പല രീതിയിലും നമുക്ക് ക്വസ്റ്റ്യനുകൾ ഇതുപോലെ ചോദിക്കാം. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ടെൻഷൻ കാരണം നമ്മളത് ചെയ്യില്ല. പക്ഷെ ഇത്രയുള്ള അനലോഗിയാണ്. ഹാഷിന്റെ സ്ഥാനത്ത് എന്തോ വരും, അതുപോലെ പെർസെന്റേജിന്റെ സ്ഥാനത്ത് എന്തോ വരും. ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി. ചെയ്തോളൂ.
അരവിന്ദിന് ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ? നോക്കാം, എല്ലാവർക്കും ആൻസേഴ്സ് നോക്കാം. ഡി എച്ച് ജെ, അതായത് ഡി എച്ച് ജെ, ബി എഫ് എച്ച്. എന്തായാലും ഇതിന്റെ പൊസിഷണൽ വാല്യൂസ് ഒന്ന് എഴുതി നോക്കാം. D4 H8 J10, B2 F6 H8. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം KNP ചെയ്തു നോക്കാം. KNP ഹാഷിന് പകരം KNP കൊടുത്തു, പെർസെന്റേജിന് പകരം VZB കൊടുത്തു, VZB കൊടുത്തു. K11 N14 P16. അതുപോലെ V22 Z26 B2. നോക്കാം. ഇവിടെ നമുക്ക് പരസ്പരം നോക്കുമ്പം 4 + 4 8, 8 + 2 10. ഇവിടെയാണെങ്കിലും 2 + 4 6, 6 + 2 8 ആണ്. ഇവിടെയാണെങ്കിലോ 1 + 3 ആണ് 14, 14 + 2 ആണ് 16. ഇവിടെയാണെങ്കിൽ 22 + 4 ആണ് 26, 26 + 2 ആണ് എന്ത് വരുന്നത് 2. ഇവിടെ ഇത് 11 അല്ലേ? 11 14 തന്നെയല്ലോ. അപ്പോൾ അത് കറക്റ്റ് അല്ലേ? അപ്പൊ അതിലെന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഇനി പരസ്പരം നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 11 നിന്ന് 7 കുറയ്ക്കുമ്പോൾ 4, 14 നിന്ന് 6 കുറയ്ക്കുമ്പം 8, 16 നിന്ന് 6 കുറയ്ക്കുമ്പോൾ 10. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, 8 ആണ്. യെസ്. ഇവിടെ ആണെങ്കിലോ 22 നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് 2 വരിക? 2 നമുക്ക് എന്തായാലും കുറയ്ക്കുമ്പോൾ വരത്തില്ല. ഇരുപത്തിയാറിൽ നിന്ന് 6 പോവാൻ കുറയ്ക്കേണ്ട കാര്യമില്ല, കൂട്ടുകയല്ല ചെയ്യേണ്ടത്. 2 നിന്ന് 8 പോകാൻ വീണ്ടും അവിടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരേ പാറ്റേൺ അത് ഫോളോ ചെയ്യുന്നില്ല. ആ ഒരു രീതിക്ക് നോക്കാം. അടുത്തത് നോക്കാം നമുക്ക്. ബാസിമിന് ഓപ്ഷൻ ഡി ആണ് വന്നത് അല്ലേ? നോക്കിക്കേ, DHJയും BFH. അടുത്തത് JNPയും WZBയും. അപ്പൊ ഇനി നോക്കാം നമുക്ക്. J10 N14 P16, D4 H8 J10. 10, 10 - 6 4, 14 - 6 8, 16 - 6 10. ഓക്കെ, ഇനി W23 Z26 B2, B2 F6 H8. ഇവിടെ നോക്കുമ്പം 23 കഴിഞ്ഞിട്ട് 24 25 26 27 28 1 2 അങ്ങനെയാണ് നമുക്ക് അവിടെ കൂട്ടാൻ പറ്റും. അതായത് പ്ലസ് ആണ് അവിടെ വരുന്നത്, +7. ഇവിടെ വരുമ്പോഴും നമുക്ക് 26 കഴിഞ്ഞപ്പോൾ 1 2 3 4 5 6 അങ്ങനെ +6 ആണ് അവിടെ വരിക. ഇനി 2 കഴിഞ്ഞിട്ട് +6 ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരേ പാറ്റേൺ അവിടെ ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് വരില്ല. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ, JNPയും WZBയും. അല്ല, അത് നമ്മൾ ചെയ്തല്ലോ. ഓപ്ഷൻ ബി നമ്മൾ ചെയ്തല്ലോ. ഓപ്ഷൻ സി ആണ് അടുത്ത്. JNPയും VZOയും. അപ്പോൾ DHJയും BFHും. അതുപോലെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് JNPയും VZBയും. അപ്പോൾ DHJയും BFHും. ഓക്കെ, അപ്പൊ അതിന്റെ എന്ത് കൊടുക്കാം നമുക്ക്? അതിന്റെ വാല്യൂസ് കൊടുക്കാം. J10 N14 P16. അപ്പൊ JNP എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് ആണ്. അപ്പൊ ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ -6 -6 -6 ആ വരുന്നത്. അതേ പാറ്റേൺ ഇത് വരണം. 22 26 15. B2 F6 H8. ഇവിടെയും നമുക്ക് 22 26. ഇതിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? BFH ഇവിടെ അല്ലല്ലോ കൊടുക്കേണ്ടത്. അതായത് നെക്സ്റ്റ് ലെറ്റർ ക്ലസ്റ്ററിനകത്ത് വരുന്ന ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് ലെറ്റർ അല്ലേ ആ വരുന്നത്? നോക്കാം ഇവിടെ BFH. അപ്പൊ നേരത്തെ ചെയ്തതിൽ നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കണം. BFHും അതുപോലെ VZOയും
അതുപോലെ BFHും ഇങ്ങനെയാ വരുന്നത് കേട്ടോ. VZB, B2F6H8 22 Z26O15, B2F6H8 22 26 2. അപ്പൊ നോക്കുക 22 അതായത് 2ന് മുന്നേ എത്രാമതാണ് 22? അപ്പൊ 22 കഴിഞ്ഞ് കൗണ്ട് ചെയ്ത് നോക്കുക. 22, 23, 24, 25, 26, 27 അല്ല 1, 2 കറക്റ്റ് ആണല്ലോ. അതായത് 26 കഴിഞ്ഞാൽ പിന്നെ 1 2 അപ്പൊ -6 ആണ്. ഇനി 26 കഴിഞ്ഞിട്ട് 6 വരുമ്പോൾ -6 ആണ്. ഓക്കെ. ഇനി അതായത് 6ന് മുന്നേ 26 എന്ന് പറഞ്ഞാൽ -6 ആയിരിക്കും. 26 കഴിഞ്ഞ് 1 2 3 4 5 6 ആണ്. ഇനി 8 ഇവിടെ നമുക്ക് വരുമ്പോൾ 15 8 കഴിഞ്ഞിട്ട് എത്രാമതാണ്? 8 കഴിഞ്ഞിട്ട് കൂട്ടുകയല്ലേ ചെയ്യുന്നത് 15 വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇതെന്തായാലും വരില്ല. ഇനി അടുത്തത് നോക്കാം. ഇവിടെ -6 ആണ്. എഫും ഇസഡ് ഇവിടെ തന്നെ ഉണ്ട്. -6 ആണ്. ഇനി 8ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. അതും -6 ആണ്. അപ്പൊ ഒരേ രീതിയിൽ നമുക്ക് പാറ്റേൺ ഫോളോ ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണോ നോക്കുക? ഒരേ രീതിയിൽ നമുക്ക് പാറ്റേൺ ഫോളോ ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനത് ഫസ്റ്റ് 2 ഓപ്ഷൻസിലും എനിക്ക് മാറിപ്പോയത് BFH ആണ് അതിൽ ഫസ്റ്റ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് VZBയും WZBയും സെക്കൻഡ് ആ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയേക്കാം കേട്ടോ. ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ എന്ത് വരുന്നത്? സെയിം ആ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്യുന്ന അനലോഗി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സെയിം പോലെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിനകത്ത് രണ്ടാമത്തെ ഫ്ലോറിൽ താമസിക്കുന്ന, അതായത് ബിൽഡിംഗ് കേസ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണിത്. ABCDEFG live on 7 different floors of the same building. സെയിം ബിൽഡിംഗിൽ 7 നിലകളിലായിട്ടാണ് ഈ പറയുന്ന 7 പേര് താമസിക്കുന്നത്. The lowermost floor on the building is numbered as 1. ഏറ്റവും താഴത്തെ നില 1, അതിന് മേലെ 2, അങ്ങനെ ഏറ്റവും മേളത്തെ നില 7. അങ്ങനെയാണ് അവിടെ ആ ഒരു എന്ത് വരുന്നത്? ബിൽഡിംഗ് വരുന്നത്. അപ്പൊ ഞാനിവിടെ 1 2 3 4 5 6 7. അതായത് താഴ്ത്തല 1 2 3 4 5 6 7. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ബിൽഡിംഗ് വരുന്നത്. ഇത് തൊട്ടാണ് നമ്മുടെ ആ ഒരു എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്. സി ലിവ്സ് ഓൺ 6th ഫ്ലോർ. സി എവിടെയാ താമസിക്കുന്നത്? സി താമസിക്കുന്നത് 6th ഫ്ലോറിലാണ്. അപ്പൊ സി ഇവിടെയാണ് താമസിക്കുന്നത്. ഓക്കെ. ഓൺലി 3 പീപ്പിൾ ലിവ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിനും എഫിനും ഇടയ്ക്ക് 3 പേരാണ്. അപ്പൊ 1 2 3. എഫ് ദാ സെക്കൻഡ് ഫ്ലോറിൽ വരും. എ ലിവ്സ് ഓൺ ദ ഈവൻ നമ്പേർഡ് ഫ്ലോർ. എ താമസിക്കുന്നത് ഒരു ഈവൻ നമ്പർ ഫ്ലോറിലാണ്. അപ്പൊ ഈവൻ നമ്പർ ഇനിയുള്ളത് 4 ഉണ്ട്. 4 മാത്രമേ ഉള്ളൂ. 2 6 ഫില്ലായി. അപ്പൊ 4 നമുക്ക് എ കൊടുക്കാം. ഡി ലിവ്സ് ഓൺ വൺ ഓഫ് ദ ഫ്ലോർ ബിലോ ബി ബട്ട് ഇമ്മീഡിയറ്റ്ലി എബവ് എഫ്. അപ്പോ ഡി താമസിക്കുന്നത് ബിയുടെ താഴെ ഏതോ ഒരു ഫ്ലോറിലാണ്. വൺ ഓഫ് ദ ഫ്ലോർസ് ബിലോ ബി എന്ന് പറഞ്ഞാൽ ബിക്ക് താഴെ വരുന്ന ഏതോ ഒരു ഫ്ലോറിലാണ് ഡി താമസിക്കുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി എബവ് എഫ്, എഫിന് തൊട്ട് മേളിലും ആയിരിക്കും. അപ്പൊ എഫിന് തൊട്ട് മേളിൽ നമുക്ക് എവിടെ കൊടുക്കാം? ഡി ഇവിടെ കൊടുക്കാം. 2 കേസസ് നമുക്ക് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. സിയും എഫും കൊടുത്തു, എ ഇവിടെ കൊടുത്തു. ഡിന് തൊട്ട് മേളിൽ നമുക്ക് ഡി കൊടുത്തു, എഫിന് തൊട്ട് മേളിൽ ഡി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബി നമുക്ക് ഇവിടെ വരാനുള്ള കേസും ഉണ്ട്, ഇവിടെ വരാനുള്ള കേസും ഉണ്ട്. കാരണം ബിയുടെ താഴെ ഏതോ ഒരു ഫ്ലോറിലാണ് ഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇ ലീവ്സ് ഓൺ വൺ ഓഫ് ദ ഫ്ലോർ എബവ് സി. സിക്ക് മേലെയുള്ള ഒരു ഫ്ലോറിലാണ് ആര് താമസിക്കുന്നത്? ഇ താമസിക്കുന്നത്. ഈ കേസിലാണെങ്കിൽ നമുക്ക് ഇനെ ഇവിടെ വയ്ക്കാം. ഈ കേസിലാണെങ്കിൽ സിക്ക് മേലെ ഏതെങ്കിലും ഫ്ലോർ ഉണ്ടോ? അപ്പൊ അത് നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ. ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് ജി മാത്രമാണ്. ജി ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലോവർ മോസ്റ്റ് ഫ്ലോറിൽ ആരാണ് താമസിക്കുന്നത്? അരവിന്ദന് എന്ത് കിട്ടി? ജി. ആൻസർ എന്താണ്? ജി ആണ്. കറക്റ്റ് ആണ്. ഏറ്റവും ലോവർ മോസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ ആണ്. അവിടെ താമസിക്കുന്നത് ആരാണ്? ജി ആണ് അവിടെ താമസിക്കുന്നത്. ക്ലിയർ ആണോ നോക്കിക്കേടാ? ക്ലിയർ ആണോ എന്ന് നോക്കിക്കേ. ക്ലിയർ ആണോ നോക്കിക്കേ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊരിക്കലും നിങ്ങൾ ലീവ് ചെയ്യരുത്. എളുപ്പമുള്ള ക്വസ്റ്റ്യനുമാണ്. ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുമാണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? അരവിന്ദന് ആൻസർ കിട്ടിയിട്ടുണ്ട്. ബാസിം, അതുപോലെ എബൻ, യെസ് ജി. ബാസിമിന് കിട്ടിയിട്ടുണ്ട്, എബിന് കിട്ടിയിട്ടുണ്ട്. സുഹൈലിന് ആൻസർ കിട്ടിയായിരുന്നോ?
സുഹൈലിന് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഡൗട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പ്ലേസിംഗിൽ ഏതെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ പറയാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സുഹേലിന് ആൻസർ കിട്ടിയോ എന്നുള്ളതൊന്ന് പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ദ മാർക്സ് സ്കോർഡ് ബൈ 10 സ്റ്റുഡൻസ് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ ആ ഡേറ്റയുടെ മോഡ്, അതായത് 10 കുട്ടികൾ വാങ്ങിച്ചിട്ടുള്ള മാർക്കാണ് ആ സീരീസ് പോലെ തന്നിട്ടുള്ളത് എങ്കിൽ ആ ഡേറ്റയുടെ മോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് ചെയ്തോളൂ. മോഡ് കണ്ടുപിടിക്കുക. മോഡ് എന്താന്ന് അറിയില്ലേ? അതായത് മീൻ, മീഡിയൻ, മോഡ്. എന്തായിരിക്കും മോഡ് എന്ന് പറയുന്നത്? മോഡ് എന്താണ്? 14 അരവിന്ദനും സൈനലിന് അതുപോലെ എബിനൊക്കെ കിട്ടിയത് 14. എന്താണ് മോഡ് എന്ന് പറയുന്നത്? മോസ്റ്റ് റിപ്പീറ്റിംഗ് നമ്പർ ഓൺ ദ ഡേറ്റ അല്ലെ. ആ ഡേറ്റയിൽ വരുന്ന ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാ നോക്കിയാൽ മതി. അതാണ് ആ ഡേറ്റയുടെ മോഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, 14 എത്ര പ്രാവശ്യം ഉണ്ട്? 1, 2, 3. 15 ഒരൊറ്റ പ്രാവശ്യമേ ഉള്ളൂ. 16 ഒരൊറ്റ പ്രാവശ്യമേ ഉള്ളൂ. 17 2 പ്രാവശ്യമുണ്ട്. 10 ഒരൊറ്റ പ്രാവശ്യം. 19 ഒരൊറ്റ പ്രാവശ്യം. 13 ഒരൊറ്റ പ്രാവശ്യം. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാണ്? 14 അപ്പൊ ഓപ്ഷൻ എ ആണ്. യെസ്, അരവിന്ദ് കറക്റ്റ് ആണ്. മോസ്റ്റ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാന്ന് നോക്കിയാൽ മതി. അതാണ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. എമംഗ് 5 പീപ്പിൾ ABCDE, ഈ പറയുന്ന 5 പേരില് ഈച്ച് ഹാസ് ഡിഫറെന്റ് ഏജ്. ഓരോരുത്തർക്കും ഓരോ ഏജ് ഉണ്ട്. ഡിഫറെന്റ് സർട്ടൺ ഏജ് ആണ്. ഡിഫറെന്റ് അല്ല, സർട്ടൺ ഏജ് ആണ്. സർട്ടൺ ഏജസ് ഉണ്ട് അവർക്ക്. ഡി ഈസ് 4 ടൈംസ് ദ ഏജ് ഓഫ് സി. ഡി ആണെങ്കിലോ സീനെക്കാട്ടിലും 4 മടങ്ങ് ഏജ് ഉള്ള ആളാണ് ടി. എ ഈസ് 2 ടൈംസ് ഏജ് ഓഫ് സി. സീനെക്കാട്ടിലും 2 മടങ്ങ് വയസ്സുള്ള ആളാണ് എ. ഡി ഈസ് 5 ടൈംസ് ഏജ് ഓഫ് ബി. ബിനെക്കാട്ടിലും 5 വയസ്സ് മടങ്ങ് വയസ്സുള്ള ആളാണ് ഡി. ഏജ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇഫ് ഇ ഈസ് ത്രൈസ് ഓഫ് ഏജ് ഓഫ് എ. എനെക്കാട്ടിലും 3 ഇരട്ടി ഏജ് ആണ് ഇക്കുള്ളത് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഏജ് ഓഫ് ഇ? ഇയുടെ വയസ്സ് എത്രയാണ്? അപ്പൊ ബിയുടെ വയസ്സ് നമുക്ക് തന്നിട്ടുണ്ട് 12. ഇത് വച്ചിട്ട് ബാക്കിയുള്ളവരുടെ വയസ്സ് കണ്ടുപിടിക്കാം. നമ്മുടെ ആൻസർ എന്താ? എന്ത് വേണം? ഇയുടെ ആൻസർ ആണ് നമുക്ക് വേണ്ടത്. അതായത് ഇയുടെ വയസ്സ് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്തോളൂ. എല്ലാരും ആൻസേഴ്സ് പറഞ്ഞേ. ബിക്ക് 12 വയസ്സാണ്. ബി വച്ച് പിന്നെ കണക്ട് ചെയ്യുക. ഡിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഡി വച്ചിട്ട് പിന്നെ സിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. സി വച്ചിട്ട് എനെ കണക്ട് ചെയ്യാൻ സാധിക്കും. എ വച്ചിട്ട് നമുക്ക് ഇനെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ ബി 90 ആണ് ആൻസർ വരുന്നത് അല്ലേ അരവിന്ദിന്? ഓക്കെ, എബൻ, സൈനുൽ, ബാസിം 90 ആണ് ആൻസർ വരുന്നത്. യെസ്, പോരട്ടെ. സുഹൈൽ, എല്ലാവർക്കും. ബിക്ക് 12 ആണ്. ഇവിടെ പറയുന്നത് ഡിയുടെ വയസ്സ് എത്രയാണ്? ഡി ഈസ് 5 ടൈംസ് ആണ്, അതായത് 5 മടങ്ങ്. അപ്പൊ 12 × 5 എത്രയാണ്? 60 വയസ്സാണ് ഡിക്ക്. ഇനി സിയുടെ വയസ്സ് എത്രയാണ്? ഡി ഈസ് 4 ടൈംസ് ദ ഏജ് ഓഫ് സി എന്നല്ലേ? ഡി ഈസ് 4 ടൈംസ് ദ ഏജ് ഓഫ് സി ആണ്. അപ്പോ സിനെക്കാട്ടിലും ഡി ഈസ് 4 ടൈംസ് ദ ഏജ് ഓഫ് സി ആണ്. അതായത് സിനെക്കാട്ടിലും 4 മടങ്ങ് ആണ് ഡിയുടെ വയസ്സ്. സിനെക്കാട്ടിലും 4 മടങ്ങാണ്. അപ്പൊ സിയുടെ വയസ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? D/4. അതായത് ഡിയുടെ വയസ്സ് 60, 60/4 എത്ര വന്നു? 15 വയസ്സ് വന്നു സിക്ക്. ഇനി എയുടെ വയസ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എ ഈസ് 2 ടൈംസ് ഏജ് ഓഫ് സി അല്ലേ?
സീനെക്കാട്ടിൽ 2 മടങ്ങ്, സീനെക്കാട്ടിൽ 2 മടങ്ങ് എന്ന് പറയുമ്പം 2 × 15 30 വയസ്സ് വരും എക്ക്. ഇനി ഇയുടെ വയസ്സ് എങ്ങനെയാ വരെ? ഈസ് ത്രൈസ് ഏജ് ഓഫ് എ ആണ്. എനെക്കാട്ടിലും 3 ഇരട്ടിയാണ്. അപ്പൊ 3 × 30 എത്ര വന്നു? 90. അപ്പൊ ഈയുടെ വയസ്സ് എത്രയാണ്? 90 വയസ്സ്. ഓപ്ഷൻ ബി 90. എബിൻ കറക്റ്റ് ആണ്, ബാസിം കറക്റ്റ് ആണ്, യെസ് സൈനുൾ അരവിന്ദ് കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഏത് ആൻസർ വന്നത്? ഓപ്ഷൻ ബി 90 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. LKMNOP are sitting around a circular table facing center. ഈ പറഞ്ഞിരിക്കുന്ന 6 പേര് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും സെന്ററിലോട്ട് ഫേസ് ചെയ്ത്, അതായത് അകത്തോട്ട് നോക്കി ഇരിക്കുകയാണ്. ഇത് തൊട്ട് നമ്മുടെ ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെയ്തോളൂ. വട്ടമേശയ്ക്ക് ചുറ്റും 6 പേര് ഇരിപ്പുണ്ട്. അവരെല്ലാവരും സെന്ററിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. സെന്ററിലോട്ട് ഫേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഘടികാര ദിശ, അതായത് ഇടത് ഘടികാര ദിശയിലോട്ടും റൈറ്റ് എതിർ ഘടികാര ദിശയിലോട്ടും വേണം പോവാൻ. ചെയ്തോളൂ. എത്രയായിരിക്കും? എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ പി ആൻഡ് എൻ? പിക്കും എന്നിനും ഇടയിൽ എത്ര പേരുണ്ട്? വെൻ കൗണ്ടഡ് ഫ്രം ലെഫ്റ്റ് ഓഫ് എൻ. എന്നിന്റെ ഇടത് വാക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ പിയുടെയും എന്നിന്റെയും ഇടയിൽ എത്ര പേര് ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കേ. L sits fourth to the right of O. L ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് O ആണ്. ഓയുടെ ഫോർത്ത് റൈറ്റ് ആണ്. O ഞാൻ ഇവിടെ വെച്ചാൽ ഓയുടെ ഫോർത്ത് റൈറ്റ് എതിർ ഘടികാര ദിശയിലേക്ക് തിരിയുക. 1 2 3 4 L ഇവിടെ വരും. M sits second to the left of L. Lന്റെ ഇടത് രണ്ടാമതാണ് M ഇരിക്കുന്നത്. അപ്പൊ ഇടതെന്ന് പറയുമ്പോൾ ഘടികാര ദിശയിലാണ്. Lന്റെ ഇടത് രണ്ടാമതെന്ന് പറയുമ്പോൾ 1 2 M ദാ ഇവിടെ വരും. K sits second to the right of N. Nന്റെ സെക്കൻഡ് റൈറ്റിലാണ് K ഇരിക്കുന്നത്, അതായത് വലത് രണ്ടാമതാണ്. വലത് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ N ഇവിടെ വെച്ചാല് വലത് രണ്ടാമത് K എനിക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഇനി N ഇവിടെ വെച്ചാലോ? N ഇവിടെ വെച്ചാല് K എനിക്ക് വലത് രണ്ടാമത് എനിക്ക് ഇവിടെ വെക്കാൻ സാധിക്കും അല്ലേ? വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. N ഈസ് നോട്ട് ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് M. എമ്മിന്റെ തൊട്ടടുത്ത് എന്തായാലും N വരില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് N ഇവിടെ വയ്ക്കാൻ സാധിക്കില്ല. അപ്പം വയ്ക്കാൻ പറ്റുന്ന ഒരൊറ്റ ഇടം ഏതാണ്? N ഇവിടെയാണ്. എന്നിന്റെ ഇടതല്ല വലത് രണ്ടാമത് K ഇരിപ്പുണ്ട്. ഇനി P നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓപ്ഷൻ ബി ആണ് ബാസിമിന് കിട്ടിയത്. ക്വസ്റ്റ്യൻ ഇതാണ്. പിയുടെയും എന്നിന്റെയും ബിറ്റ്വീൻ ആയിട്ട് എത്ര പേരുണ്ട്? വെൻ കൗണ്ടഡ് ഫ്രം ലെഫ്റ്റ് ഓഫ് എൻ. എന്നിന്റെ ഇടത് വാക്ക് കൗണ്ട് ചെയ്യുമ്പോൾ, അപ്പൊ എന്നിന്റെ ഇടത് വാക്ക് കൗണ്ട് ചെയ്യുമ്പോൾ എന്നിന്റെയും പിന്റെ ഇടയിൽ ഒരൊറ്റ ആള് മാത്രമേ ഉള്ളൂ അല്ലെ? എല്ല്. അപ്പൊ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ വരുന്നത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ വരുന്നത്. 1. ബാസിം കറക്റ്റ് ആണ്. എബിൻ, സൈനുൽ, സുഹൈൽ എല്ലാവർക്കും ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്തേ. എല്ലാവർക്കും ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്തേ. ഓപ്ഷൻ ബി ഒരൊറ്റ ആള് മാത്രമാണ് ഉള്ളത്. എന്നിനും പിക്കും ഇടയിൽ ഒരൊറ്റ ആള് മാത്രമാണ് ഉള്ളത്.
യെസ്. ഓക്കെ, അടുത്ത ചോദ്യം. നമുക്ക് അനലോഗിക്കകത്ത് വരുന്ന സെയിം ടൈപ്പ് ചോദ്യം തന്നെയാണ്. ഇവിടെ നമുക്ക് സെയിം റിലേഷൻഷിപ്പിൽ വരുന്ന ആ നമ്പർ പെയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. നോക്കാം, 12 113 15 140. ഇത് എങ്ങനെയാണോ സെയിം പോലെ വരുന്നത് അതേ സെയിം പാറ്റേണിൽ വരുന്ന ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 12 113 അല്ലേ, 12 113. നോക്കുക, 12 113 ഏറ്റവും അടുത്ത് വരുന്നത് 9, എത്ര വന്നു? അപ്പൊ 108 വന്നു. 108-നൊപ്പം 5 കൂട്ടിയപ്പോ നമുക്ക് എന്താ വന്നത്? 113 വന്നു. അതേ രീതിക്കാണോ എന്ന് നോക്കാം. 15 × 9 എത്ര വന്നു? നമുക്ക് 135 ആണല്ലേ. 135 + 5 എത്രയാണ്? 140. അപ്പൊ പാറ്റേൺ എങ്ങനെയാണ് വന്നത്? ഫസ്റ്റ് നമ്പറിനൊപ്പം × 9 ചെയ്തിട്ട് 5 കൂട്ടുമ്പോ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് നമ്പർ കിട്ടും. സെക്കൻഡ് നമ്പർ. അപ്പൊ അതേ പാറ്റേണിൽ വരെ നോക്കാം. അതേ പാറ്റേണിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. നമുക്ക് നോക്കാം, ഓപ്ഷൻ ഡി നോക്കാം. 11 × 9 എത്രയാണ്? 99. 99-നൊപ്പം 5 കൂട്ടുമ്പോ എത്രയാണ്? 104. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 8 × 9 72 ആണ്. 72-നൊപ്പം എന്തായാലും 5 കൂട്ടുമ്പോ 67 കിട്ടില്ല. 17 × 9 നമുക്ക് ചെയ്യുമ്പോൾ എന്തായാലും 136 കിട്ടില്ല. 14 × 9 ചെയ്ത് +5 ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് 126 കിട്ടില്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. അപ്പൊ സെയിം രീതിക്കുള്ളത്. ഇത് നമുക്ക് എന്താണ്? അനലോഗിക്കകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം കോഡിംഗ് ഡീകോഡിംഗിലെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ബാസിം കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. കോഡിംഗ് ഡീകോഡിംഗിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സർട്ടൻ കോഡ്, ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ സൈലൻസ് ഗോൾഡ് വേർഡ്സ് ഈസ് കോഡ് as NUMHKE, gold is precious is coded as MHBIPY, and silence is calm is coded as NUPYGH. എങ്കിൽ what is a possible code for gold silence? നമുക്ക് ഗോൾഡും കണ്ടുപിടിക്കണം, അതുപോലെ സൈലൻസും കണ്ടുപിടിക്കണം. എബിൻ ഓപ്ഷൻ ഡി. ഓക്കെ, ഗോൾഡും കണ്ടുപിടിക്കുക, സൈലൻസും കണ്ടുപിടിക്കുക. ഗോൾഡിന്റെ കോഡ് നോക്കുക. ഫസ്റ്റ് സെന്റൻസിൽ ഗോൾഡ് ഉണ്ട്, സെക്കൻഡിൽ ഗോൾഡ് ഉണ്ട്, തേർഡിൽ ഇല്ല. അപ്പം ഫസ്റ്റിലും സെക്കൻഡിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന കോഡ് ഏതാ നോക്കുക. NU ഉണ്ടോ? ഇല്ല. MH ഉണ്ടോ? ഉണ്ട്. MH വേറെ ഒരിടത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. അടുത്ത PY അല്ലെങ്കിൽ KE ഉണ്ടോ? ഇല്ല. അപ്പൊ MH ആണ് ഗോൾഡിന്റെ കോഡ് വരുന്നത്, MH. ഇനി സൈലൻസ് ഫസ്റ്റിലുണ്ട്, സെക്കൻഡില് ഇല്ല, തേർഡിലുണ്ട്. അപ്പൊ ഫസ്റ്റിലും തേർഡിലും കോമൺ ആയിട്ട് വരുന്നത് NU ഉണ്ട്, MH ഇല്ല, KE ഇല്ല. അപ്പം NU ആണ് അവിടുത്തെ കോമൺ കോഡ്. അപ്പൊ NU. അപ്പൊ ഏതാണ്? MHNU ആണ് ആൻസർ. ഓപ്ഷൻ എ. യെസ്, ബാസിം കറക്റ്റ് ആണ്. MHNU ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. MHNU. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ചോദ്യമാണ്. A stands for division, B stands for into, C stands for plus, D stands for minus. Then what will be come in place of question mark in the following question? തന്നിരിക്കുന്ന ലെറ്ററുകൾക്ക് നമ്മൾ ഈ ഒരു ചിഹ്നം കൊടുക്കുക. 13, ഡിക്ക് എന്ത് കൊടുക്കാം? -32, സിക്ക് എന്ത് കൊടുക്കാം? +36, ബിക്ക് എന്ത് കൊടുക്കാം? ×49, എക്ക് എന്ത് കൊടുക്കാം? /49. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? വി ബോട്ട്മാസ് റൂൾ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. വിനിക്കുലം ബാർ ഉണ്ടോ? ഇല്ല. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓർഡർ ഉണ്ടോ? ഇല്ല. ഇനി ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോ 13 - 32 + 36 × 49 / 49 1. അടുത്ത എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. 13 - 32 + 36 × 1 36. അടുത്ത ഇനി ഏതാണ്? അഡീഷൻ. നോക്കുക,
13 36 അതായത് 13 36 നമുക്ക് പോസിറ്റീവ് നമ്പറുകളാണ്. അത് തമ്മിൽ കൂട്ടി നോക്കാം. കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 49 കിട്ടും. 49 മൈനസ് 32. അടുത്ത എന്താണ്? സബ്ട്രാക്ഷൻ. യെസ്. അപ്പോ 17. ആൻസർ എന്ത് വന്നു? 17. ഓപ്ഷൻ ഡി 17 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അരവിന്ദ് കറക്റ്റ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ബാസിം കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ടോപ്പിക് വൈസ് ഒക്കെ ഉള്ള ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ EZB അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ലൈവ് ക്ലാസ്സുകളും വരുന്നുണ്ട്. അതുകൂടാതെ കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് RRB ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ബൈ പാക്കേജ് അല്ലെങ്കിൽ കോഴ്സ് ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ കോഡ് ചോദിക്കും. കാവ്യ 20 എന്ന് പറയുന്ന ഓഫർ കോഡ് നിങ്ങൾ കൊടുക്കാമെങ്കിൽ ബാച്ചിലേക്ക് 20% ഓഫറോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് വളരെ എന്താണ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു കോഴ്സാണ്. മീൻസ് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, അതിപ്പോൾ ഡെയിലി ടെസ്റ്റുകൾ അല്ലെങ്കിൽ മന്ത്ലി ടെസ്റ്റുകൾ, വീക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവും. കൂടാതെ നോട്ട്സും നമ്മളെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോ മാത്സിന്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നതായിരിക്കും കേട്ടോ. പിറകെ തന്നെ മാത്സിന്റെ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും. എന്തായാലും സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുക. ആപ്പ് നിങ്ങൾ ചെക്ക് ചെയ്തേക്കുക. മാത്സിന്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഈ സീരീസിന്റെ കണ്ടിന്യൂഷനിൽ നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസും ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു. അപ്പോൾ എബിൻ, ബാസിം, നെക്സ്റ്റ് സുഹൈൽ, സൈനുൽ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ക്ലാസ്സിലും നിങ്ങൾ ടൈമിൽ 5:30 തന്നെയാണ്. 5:30 നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. മാത്സ് ലൈവ് ക്ലാസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബൈ.